ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഏട്ടൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോകാനൊരുങ്ങാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മാറ്റിയിട്ട് എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളിതാ എസ്റ്റേറ്റിൻ്റെ പാടിയാണ് ഇട്ടത്. അപ്പോൾ ഞാനും മക്കളൊക്കെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മൂത്തച്ഛനും മൂത്തച്ഛയൊക്കെ ഉണ്ട്, അവരെ കൂടെ ഇട്ടോ പോണത്. അങ്ങനെ ഇതാക്കണ ഞങ്ങൾ പിന്നെ അവിടെ എത്തിട്ടോ. അപ്പോൾ ഒരു കയറ്റത്താണ് കേട്ടോ ഈ മദ്രസ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ഒരുപാട് ആളുകളൊക്കെ നമ്മളെ കുടുംബക്കാരല്ല, അപ്പോൾ എല്ലാവരും കണ്ടു കേട്ടോ. എല്ലാവരും വർത്താനം കൂട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതേത് നമ്മളെ അച്ഛൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓൾക്കാണ് ഇവനെ കിട്ടിയാൽ മതി, എൻ്റെ മൂത്ത കുട്ടിയാണത്. അപ്പോൾ എനിക്ക് ഓളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര കളിയായിരിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പിന്നെ ചെറിയ ആൾക്കൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ കൊടുക്കില്ല എന്നുള്ള വാശിയാണ് തോന്നുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കേണ്ടോ. പിന്നെ അവൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടികളെ. അങ്ങനെ പിന്നെ അവളെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പെണ്ണിൻ്റെ ഫോട്ടോസ് കുറേ എടുത്തിട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ടേബിളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഫാമിലി ഒന്നിച്ചാട്ടായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ നല്ല കോഴി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എല്ലാവരും തിന്നാണ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ കുട്ടികളെയും കൊണ്ടൊക്കെ ഞങ്ങളൊരു ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെണ്ണൊന്ന് സ്റ്റേജിൽ നിന്ന് പിന്നെ ഒന്ന് മാറിയപ്പോൾ പിന്നെ കുട്ടികളെ ആയിട്ടോ. ഒരുപാട് മക്കളൊക്കെ ഉണ്ട്, ആ മക്കളൊക്കെ അങ്ങനെ അതിലൊക്കെ കയറി അങ്ങനെ കളിക്കട്ടെ. അപ്പോൾ പൊന്നും മോനൂസും സച്ചുമൊക്കെ എന്താക്കി അങ്ങനെ ഭയങ്കര കളിയാണ് കേട്ടോ. അങ്ങോട്ട് ഓടിയിട്ട് മക്കളല്ലേ, അപ്പോൾ അവരെ അങ്ങനെ കളിക്കട്ടെ എന്ന് അങ്ങനെ നമ്മൾ വിട്ടിട്ടോ. അങ്ങനെ പിന്നെ റിച്ചുവിൻ്റെ കയ്യിൽ കയറിയിട്ട് അപ്പോൾ അവൾക്ക് അങ്ങനെ കസാരയൊക്കെ വേണമെന്നുണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ പെണ്ണിറങ്ങിയിട്ട് വരാമെന്നുള്ളതിൽ അങ്ങനെ അവിടെ തന്നെ ഇരുന്നത് കേട്ടോ. കാരണം നമ്മളങ്ങനെ തൊട്ടടുത്ത് തന്നെ അല്ലേ, അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ ഇവിടെ ചെക്കൻ വന്നിട്ടോ. അപ്പോൾ ഇത് ഓളപ്പേനെ കേട്ടോ. ഓളപ്പ അങ്ങനെ ചെക്കനെ കാറിൽ നിന്നൊക്കെ ഇറക്കി അങ്ങനെ പിന്നെ സ്റ്റേജിലേക്ക് ആക്കി കേട്ടോ. അപ്പോൾ നമ്മളെ മോനൂസ് റിച്ചൂസും നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ മോനൂസിന് തന്നെ റിച്ചുകുട്ടീനെ കിട്ടിയാൽ മതി, അപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചെക്കനും പെണ്ണും കണ്ടോ. ഇവിടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ സ്പ്രൈറ്റും പിന്നെ കേക്കും ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും അതൊക്കെ കുടിച്ചിട്ടോ. പിന്നെ മഹർ കെട്ടിയിട്ടില്ലായിരുന്നു, അങ്ങനെ മഹർ കെട്ടുന്നൊരു തിരക്കില്ല കേട്ടോ. ഇപ്പോൾ മഹർ കെട്ടിട്ടോ. ഓളും ഉപ്പയും പിന്നെ നാത്തൂനും മൂത്തച്ചിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഓള ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ അവർ ഇറങ്ങാനായിട്ടോ. അങ്ങനെ പിന്നെ ഇത് ഓളപ്പാനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിട്ടോ. പിന്നെ എന്ന് പെൺമക്കളെ കല്യാണം കഴിച്ച് വിടുമ്പോൾ എത്ര ആയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ അവരിറങ്ങിയതുകൊണ്ട് ഞങ്ങളും പിന്നെ അങ്ങനെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളും പോന്നു കേട്ടോ. അങ്ങനെ പെണ്ണിറങ്ങാൻ വേണ്ടിയിട്ട് കാത്തുനിന്നേന് ഞങ്ങൾ. അപ്പോൾ പിന്നെ പെണ്ണിൻ്റെ കൂടെ കൊണ്ടാക്കാനും പോയിട്ടോ. അപ്പോൾ അവരത് ഓഡിറ്റോറിയത്തിലായിരുന്നു. അങ്ങനെ പിന്നെ ഓഡിറ്റോറിയത്തിലെത്തിട്ടോ. അങ്ങനെ പിന്നെ അവിടെയും വലിയ സെറ്റപ്പായിരുന്നു. ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചായയും കേക്കുമാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അവളെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ഡ്രസ്സ് ഇട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ പെണ്ണും ചെക്കനും നല്ല അടിപൊളി ജോഡിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവില്ലേ, കുടുംബക്കാരൊക്കെ. അങ്ങനെ എല്ലാവരെയും കണ്ടു കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ച ടൈമല്ലേ, അപ്പോൾ അങ്ങനെ എന്താക്കി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാട്ടോ പോണത്. അപ്പം നമ്മളെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.